السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. സ്വദഖല്ലാഹു മൗലാനൽ അലിയുൽ അദീം. ആദരണീയരും ബഹുമാന്യരുമായ ഈ വേദിയെ പ്രൗഢമാക്കുന്ന CIC-യുടെ ബഹുമാന്യരായ സാരഥികൾ, ഈ മഹത്തായ വേദിയെ അനുഗ്രഹിക്കുന്ന അഭിവന്ദരായ സയ്യിദുമാർ, ആലിമീങ്ങൾ, ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് അഭിസംബോധന ചെയ്യാതിരിക്കുന്നത് സമയത്തിൻ്റെ പരിമിതി ഓർത്തുകൊണ്ട് മാത്രമാണ്. പ്രത്യേകിച്ച് ഈ കുടുംബ സംഗമത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യരായ വഫിയ കുടുംബത്തിലെ രക്ഷിതാക്കളാകുന്ന പ്രിയപ്പെട്ട പണ്ഡിതന്മാർ, കാരണവന്മാർ, സഹപ്രവർത്തകർ, എല്ലാറ്റിലും ഉപരി ഈ സ്ഥാപനത്തിൽ പഠിക്കാൻ ഭാഗ്യം സിദ്ധിച്ച അനുഗ്രഹീതരായ ഈ സ്ഥാപനത്തിലെ പഠിതാക്കളായ വിദ്യാർത്ഥിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കുക എന്നതാണ് ഈ മഹത്തായ സംഗമത്തിൽ ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ലളിതമായ ദൗത്യം. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ കേരളക്കരയിലെ ഇസ്ലാമിക ഭൂമികയിൽ ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തി ഒരു വലിയ പ്രതീക്ഷ സമൂഹത്തിന് നൽകിക്കൊണ്ടാണ് ഈ വഫിയ കോഴ്സുകളിലൂടെ പുറത്തു വരുന്ന വിദ്യാർത്ഥിനികൾ ഇന്ന് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും. ഇത്ര ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ഇത്ര വലിയ ജനശ്രദ്ധ നേടാൻ, അല്ലെങ്കിൽ ഇത്ര വലിയ പ്രതീക്ഷ സമൂഹത്തിലുണ്ടാകാൻ അവസരം ലഭിച്ച മറ്റൊരു കോഴ്സും നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നത് വളരെ എടുത്തു പറയേണ്ട ഒരു വസ്തുതയായി എനിക്ക് എൻ്റെ എളിയ ബുദ്ധിയിൽ തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ ഞാനും ഈ കുടുംബത്തിലൊരു അംഗമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. നേരത്തെ തന്റെ ഉദ്ഘാടന പ്രഭാഷണത്തിൽ നിസാമി സാഹിബ് സൂചിപ്പിച്ചതുപോലെ എൻ്റെ ഒരു മകനും ഇവിടെ ഒരു പഠിതാവായി ഇന്ന് ഉണ്ട് എന്നത് അഭിമാനകരമായി ഉയർത്തിക്കാണിക്കാൻ കഴിയുന്ന ഒരു കാര്യമായി ഞാൻ കാണുകയും പ്രതീക്ഷ അർപ്പിക്കുകയുമാണ്. ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ ഉയർന്നു വരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി ഇവിടെയുള്ള ഒരു സ്വപ്നത്തെക്കുറിച്ചും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഉയർന്നു വരുന്ന വാഫികൾക്ക്, പ്രത്യേകിച്ച് PG കോഴ്സിൽ എത്തിച്ചേർന്ന കുട്ടികൾക്ക്, ഏതാണ്ട് 2000-ഓളം വരുന്ന ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള നല്ലൊരു ക്യാമ്പസ് സ്വന്തമായി വാഫിക്ക്, അതുപോലെ വഫിയക്ക് സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു ശ്രമകരമായ പ്രവർത്തനത്തിലാണ് CIC-യുടെ ഭാരവാഹികളും അതിനെ സ്നേഹിക്കുന്നവരും. അതിനുള്ള ചെറിയൊരു സന്ദേശമാണ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ സപ്ലിമെന്റിലൂടെ നമുക്ക് നൽകിയത്. അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞാൽ, ഒരു യൂണിവേഴ്സിറ്റി പോലെ ഉയർന്ന വലിയൊരു ക്യാമ്പസ് നമുക്ക് സ്ഥാപിക്കാൻ സാധ്യമായാൽ തീർച്ചയായും അത് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം നമ്മുടെ സമൂഹം മുന്നിട്ടിറങ്ങിയാൽ നടക്കാത്തൊരു കാര്യവുമില്ല എന്ന് കേരളക്കരയിൽ പലപ്പോഴായി തെളിയിച്ചവരാണ് പ്രത്യേകിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പ്രവർത്തകരും അതിൻ്റെ അണികളും. അതുകൊണ്ട് തന്നെ തീർച്ചയായും അത്തരമൊരു മഹത്തായ സംരംഭം നമ്മൾ മുന്നിൽ കാണുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കുമാറാവട്ടെ. ഈ കുടുംബ സംഗമത്തിലെയും പൊതുസമൂഹത്തിന്റെയും മുഴുവൻ പിൻബലവും പിന്തുണയും തീർച്ചയായും അതിനുണ്ടാകുമെന്നത് ഈ കോഴ്സിലൂടെ ഉയർന്നു വരുന്ന വിദ്യാർത്ഥികളിൽ സമൂഹം അർപ്പിച്ചിരിക്കുന്ന പ്രതീക്ഷ കൊണ്ട് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഈ കുടുംബ സംഗമത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വന്നു ചേർന്ന നിങ്ങളെക്കാളേറെ ഇനി വരാനിരിക്കുന്നവരും ഈ സംഭവത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ടില്ലാത്തവരുമായ ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട, അതിലുപരി നമ്മൾ തന്നെ ഉൾക്കൊള്ളേണ്ട ചില വസ്തുതകളാണ്. സമന്വയ വിദ്യാഭ്യാസം എന്നത് നമ്മുടെ സമൂഹത്തിൽ അടുത്ത കാലത്തായി വളരെ പ്രചാരം സിദ്ധിച്ച, അല്ലെങ്കിൽ കൂടുതൽ ആകർഷണീയമായ ഒരു പ്രവർത്തനമാണ്. പ്രത്യേകിച്ച് ഇവിടെ പെൺകുട്ടികൾക്കും അതുപോലെ ആൺകുട്ടികൾക്കും ഒരുപാട് ഉയർന്നു പഠിക്കാനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. സ്ത്രീ വിദ്യാഭ്യാസത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രഭാഷണമാണ് ആമുഖമായി നിങ്ങളിവിടെ കേട്ടത്. ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ സമന്വയ വിദ്യാഭ്യാസ രീതിയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിന്റെ കാഴ്ചപ്പാടിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
പലപ്പോഴും നമ്മുടെ പള്ളി ദർസുകളിലും അതുപോലെ തന്നെ നമ്മുടെ സാമ്പ്രദായികമായി നമ്മൾ കൊണ്ടു നടക്കുന്ന നമ്മുടെ മതവിദ്യാഭ്യാസ മേഖലയിലുമൊക്കെ കുട്ടികളെ പറഞ്ഞയക്കുന്ന ആളുകൾ പലപ്പോഴും ചെയ്യാറുള്ളത്, നന്നായി പഠിച്ച് മാർക്ക് വാങ്ങുന്ന കുട്ടികളെ മറ്റു മേഖലയിലേക്ക് വിട്ട് അതിൽ നിന്ന് ബാക്കിയുള്ള ഉയർന്ന മാർക്ക് വാങ്ങാൻ കഴിയാത്ത, വളരെ വ്യക്തമായി പറഞ്ഞാൽ ബിലോ ആവറേജിൽ വരുന്ന കുട്ടികളെ അവരെ പിന്നെ ഉയർന്ന് പഠിപ്പിക്കാൻ സൗകര്യമില്ലാത്തത് കൊണ്ട്, ഉയർന്ന കോഴ്സുകൾക്ക് അവരെ പറഞ്ഞേക്കാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് അവരെ മതപഠനത്തിന് വിടുക എന്നൊരു കാഴ്ചപ്പാടാണ് ഇടക്കാലത്ത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ളത്. മുൻകാലഘട്ടങ്ങളിൽ അങ്ങനെയല്ല. മുൻകാലഘട്ടങ്ങളിലെ അവസ്ഥ ശരിക്കും അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാന വിഷയങ്ങളൊക്കെ ശരിക്കും പഠിച്ച പ്രാഗൽഭ്യമുള്ള, പ്രാവീണ്യമുള്ള മഹിളകൾ വരെ ഉണ്ടായിരുന്നു എന്നാണല്ലോ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത്. ഞാൻ ഈയിടെ ഇപ്പോൾ ചാപ്പനങ്ങാടി ബാബു മുസ്ലിയാരുടെ അനുസ്മരണം നടക്കുന്ന സന്ദർഭമാണ്. അദ്ദേഹം പോലും ആദ്യമായി മുത്തഫരീദ് പോലുള്ള കിതാബുകൾ ഓതിയത് അദ്ദേഹത്തിന്റെ സഹോദരിയിൽ നിന്നാണ്. സ്വന്തം സഹോദരി പോലും സഹോദരന് കിതാബ് ഓതി കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ ഇൽമ് പഠിച്ചിരുന്ന, ഉയർന്ന പാണ്ഡിത്യമുള്ള ഒരു മഹിളയായിരുന്നു എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിന്റെ പ്രത്യേകത എന്താ? അതാണല്ലോ നമ്മളിവിടെ സൂചിപ്പിക്കേണ്ടത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. ഇപ്പൊ ഇവിടെ തന്നെ വന്ന് പഠിക്കുന്ന കുട്ടികൾ, നേരത്തെ ഞാൻ ഇവിടുത്തെ ബഹുമാന്യരായ അധ്യാപകരുമായി ആശയവിനിമയം നടത്തിയപ്പോൾ വഫിയയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ചില അഭിപ്രായ പ്രകടനങ്ങൾ, മുമ്പ് പഠിച്ചുപോയ കുട്ടികൾ അഭിപ്രായ പ്രകടനം നടത്തിയപ്പോൾ അതിലുണ്ടായ ചില ഗുണഫലങ്ങൾ, ചില നേട്ടങ്ങൾ അവരെ അത്ഭുതപ്പെടുത്തി എന്ന് പറഞ്ഞു. പരിശുദ്ധ റമദാനിന് ഭക്ഷണം കഴിച്ച് വീട്ടുകാരൊക്കെ ഇരിക്കുമ്പോ, അല്ലെങ്കിൽ വിശ്രമത്തിലിരിക്കുമ്പോ തറാവീഹ് നമസ്കരിക്കുന്നതിന് വേണ്ടി പെൺകുട്ടി സജ്ജമാകുന്നു. ആ കുടുംബത്തിൽ വിവാഹം കഴിച്ച് ചെന്ന പെൺകുട്ടി, അവരത്ഭുതപ്പെടുന്നു. അവരും അതിൽ ലയിച്ചു ചേർന്നുകൊണ്ട് അവരും ആ പ്രവണതയിൽ മുഴുകുന്നു എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ആ കുടുംബത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞ മാറ്റം എത്രയാണ്? നേരത്തെ നമുക്ക് കൊടശ്ശേരി സൂചിപ്പിച്ചു, ഒരു പെൺകുട്ടി പറഞ്ഞു അത്രേ, വഫിയിൽ പഠിച്ചുപോയ പെൺകുട്ടി അടുക്കളയിൽ ആകെ ഒരു ദിവസം 4 മണിക്കൂറേ ചെലവഴിക്കേണ്ടതുള്ളൂ. നമ്മളെ പെണ്ണുങ്ങളത് എത്ര ഉൾക്കൊള്ളുന്നു എനിക്കറിയില്ല. 4 മണിക്കൂർ മാത്രമേ അടുക്കളയിൽ ചെലവഴിക്കേണ്ടതുള്ളൂ. കാരണം അവർ ഹോം സയൻസും പഠിക്കുന്നുണ്ട്. ഭക്ഷണം നന്നായി പാകം ചെയ്യുന്ന കുട്ടികളായി മാറി അവർ കുടുംബത്തിൽ ചെല്ലുമ്പോൾ അവരുണ്ടാക്കിയ ഭക്ഷണം കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്നുവരെ അവർക്ക് തന്നെ അനുഭവങ്ങളിലൂടെ സൂചിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഈ കോഴ്സിൽ വന്ന് പഠിക്കുന്ന കുട്ടികളുടെ ഭാവി എത്രമാത്രം സന്തോഷദായകമായിരിക്കും എന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. കുടുംബ ബന്ധങ്ങൾ തകരുകയും ഒരു കൗൺസിലിങ്ങിന് പോലും അവസരം ലഭിക്കാതെ കുടുംബ ബന്ധങ്ങൾ ഛിദ്രമാകുകയും ചെയ്യുന്ന സാഹചര്യം. ഏത് കുടുംബ കോടതിയിൽ ചെന്നാലും നമ്മുടെ സമൂഹത്തിലെ കേസുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. ചില്ലറ പ്രശ്നത്തിന്റെ പേരിൽ വിവാഹമോചനങ്ങളും പ്രശ്നങ്ങളും നടക്കുന്ന സമയം അവിടെയൊക്കെ ഒരു മാറ്റം വരുത്താൻ ഇതുകൊണ്ട് കഴിയും എന്ന് തീർച്ചയായും ഈ കുട്ടികളുടെ അനുഭവത്തിൽ നിന്നും സമൂഹം വായിച്ചെടുക്കുന്നു, പഠിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് എത്രമാത്രം ഭാവിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ തിരിച്ചു വരുന്ന നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക്, ഒരു ഇസ്ലാമിക സമൂഹത്തിലെ അംഗം എന്ന രീതിയിൽ നമ്മുടെ ഏറ്റവും വലിയ കടമ ഇസ്ലാമിക ദഅവത്ത് നിർവഹിക്കലാണ്. ആ ദഅവത്ത് നിർവഹിക്കുന്നതിന് ആവശ്യമായ യോഗ്യതയുള്ള പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് ഈ സമന്വയ പഠനം. കേവലം ഒരു ജീവനോപാധി മാത്രമല്ല. അതിന് നമ്മുടെ മുമ്പിൽ ഏറ്റവും വേണ്ടത് നല്ല ബുദ്ധിയും തന്റേടവുമുള്ള കുട്ടികളെ. വിശുദ്ധ ദീനുൽ ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച ഒരു പ്രവർത്തനവും അതാണ്. ബുദ്ധിക്കും തന്റേടത്തിനും വിവേകത്തിനും ഇസ്ലാം വലിയ പ്രാധാന്യമാണ് കൽപ്പിച്ചിരിക്കുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ ഹദീസിൽ കാണാൻ കഴിയും, അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരു വ്യക്തിയെ കുറിച്ച് ധാരാളമായി പുകഴ്ത്തപ്പെട്ടു. ഉസ്നി അലാ റജുലിൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരു വ്യക്തിയെ കുറിച്ച് ഒരുപാട് പുകഴ്ത്തി പറഞ്ഞു. ബി ഖൈറിൻ, അയാളുടെ നന്മകളെ കുറിച്ച്. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ആ വ്യക്തിയെ കുറിച്ച് അവതരിപ്പിച്ചു കൊടുത്തുകൊണ്ട് സ്വഹാബത്ത് പറഞ്ഞു, ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച്, അദ്ദേഹത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ പറഞ്ഞു. പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറയുന്നു, നബി തങ്ങൾ ചോദിക്കുന്നു, കൈഫ അഖലുഹു, അവന്റെ ബുദ്ധി എങ്ങനെയാണ്? അവന്റെ ബുദ്ധി എങ്ങനെയാണ്? അവന്റെ ബുദ്ധിയെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുത്തുനബി തങ്ങളുടെ ചോദ്യം. ഖാലു, അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്ന മിൻ ഇബാദത്തിഹി, അവന്റെ ഇബാദത്ത് ഇന്ന രീതിയിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഇബാദത്തിനെ കുറിച്ചുള്ള സവിശേഷതകൾ വിശദീകരിക്കുന്നു. വ ഇന്ന മിൻ ഖുലുഖിഹി, അവന്റെ സ്വഭാവത്തിന്റെ സവിശേഷതകൾ അവർ വിശദീകരിച്ചു കൊടുക്കുന്നു. ഇന്ന മിൻ ഫദ്ലിഹി ഇന്ന മിൻ അദബിഹി, അയാളുടെ അച്ചടക്ക ബോധത്തെക്കുറിച്ചും അയാളുടെ സംസ്കാരത്തെക്കുറിച്ചും വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നു. അപ്പോഴും നബി തങ്ങൾ ഫഖാല കൈഫ അഖലുഹു, എന്താണ് അവന്റെ ബുദ്ധിയുടെ നിലവാരം, അവന്റെ അവസ്ഥ എന്നാണ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ ഒരു കാലു അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ് നുസിയ അലൈഹി ബിൽ ഇബാദത്തി വ അസ്നാഫിൽ ഖൈർ. ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ മേന്മയാർന്ന വശങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങൾ പറഞ്ഞല്ലോ. വതസ്അലുന അൻ അഖ്ലിഹി, എന്നിട്ടും അങ്ങെന്തുകൊണ്ട് ഞങ്ങളോട് അവന്റെ ബുദ്ധിയെ കുറിച്ച് മാത്രം ചോദിക്കുന്നു? അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി, ഇന്നൽ അഹ്മഖൽ ആബിദ യുസീബു ബിജഹ്ലിഹി അഅ്ലമ മിൻ ഫുജൂരിൽ ഫാജിർ എന്ന. ഏറ്റവും വലിയ അപകടം അഹ്മക്ക്, ഏറ്റവും വലിയ ഹമുക്കായ ആളെ കൊണ്ട്, ബുദ്ധിയില്ലാത്തവനെ കൊണ്ട്, തന്റെ ഇടമില്ലാത്തവനെ കൊണ്ട് സംഭവിക്കുമെന്നാണ്. എന്നിട്ട് പ്രവാചകർ പറഞ്ഞു കൊടുത്തു, വഇന്നമാ യഖ്റബുൻ നാസു മിൻ റബ്ബിഹിം ബിസ്സുലഫി അലാ ഖദ്രി ഉഖൂലിഹിം. ഒരു വ്യക്തി പടച്ച റബ്ബിലേക്ക് പദവി കൊണ്ട് അടുക്കുന്നത് അവന്റെ അഖിലിന്റെ ആ കണക്കനുസരിച്ച് കൊണ്ടാണ്, അവൻ എത്രത്തോളം ബുദ്ധി പ്രകടിപ്പിക്കുന്നു എന്ന് നോക്കിക്കൊണ്ടാണ്. ഇതിന്റെ അർത്ഥം ദീനിന് ഏറ്റവും ആവശ്യം നല്ല തന്റേടവും ബുദ്ധിയുമുള്ള കുട്ടികളെ. നല്ല തന്റേടവും ബുദ്ധിയുമുള്ള കുട്ടികളെ കേവല ഭൗതികതയിൽ ഒതുക്കി നിർത്തിയത് കൊണ്ട് ഒരു പിതാവിന് എന്ത് കിട്ടും? ഇപ്പൊ നമ്മളൊക്കെ നമ്മളെ കുട്ടിയെ കൊണ്ട് വലിയ പ്രതീക്ഷ വെച്ച് ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി ആ കുട്ടി നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടിയാണെങ്കിൽ വിട്ടേക്കാം. പക്ഷെ അവൻ തിരിച്ചു വരുമ്പോൾ അവൻ ഈ കുടുംബത്തിൽ ഇസ്ലാമിക കൾച്ചർ നിലനിർത്തുന്നതിനോ അതല്ലെങ്കിൽ പിതാവിനെയും മാതാവിനെയും ആ രീതിയിൽ കാണുന്നതിനോ യോഗ്യനായി വരുമോ? ആ ഒരു തിരിച്ചറിവ് ആ കുട്ടിക്ക് ആരാ കൊടുക്കുന്നത്? അത് മതബോധം കൊണ്ട് മാത്രമല്ലേ ഉണ്ടാകൂ. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും നല്ല ബുദ്ധിയുള്ള കുട്ടി അഫ്ദലുന്നാസി അഅ്ഖലുന്നാസ് ആണല്ലോ. ജനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠൻ നല്ല ബുദ്ധിയും തന്റെ ഇടവുമുള്ളവനാണ് എന്ന് പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നു. ആ കുട്ടിക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കൽ നമ്മുടെ കടമയാണ്. ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം ആ പിതാവിന്റെ മുമ്പിൽ ഈ കുട്ടിക്ക് മതപരമായ വിദ്യ പഠിപ്പിച്ചു കൊടുക്കൽ ഏറ്റവും വലിയ ബാധ്യതയാണല്ലോ. അൽ ഫിഖ്ഹു ഫിദ്ദീനി ഫർദുൻ അലാ കുല്ലി മുസ്ലിമിൻ. മതപരമായ ജ്ഞാനം നേടുക എന്നത് ഓരോ മുസ്ലിമിനും ബാധ്യതയാണ്. ഇസ്ലാം അവനെ ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്തമാണ്. അലാ ഫതഅല്ലമു ഔ അല്ലിമു, നിങ്ങൾ ഒന്നുകിൽ പഠിക്കുക അല്ലെങ്കിൽ പഠിപ്പിച്ചുകൊണ്ട് വതഫഖഹു വലാ തമൂതു ജുഹാല. ഒന്നുകിൽ നമ്മൾ പഠിക്കുക രക്ഷിതാക്കൾ, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുക നമ്മളെ കുട്ടികളെ. നമ്മൾ പഠിപ്പിച്ചിട്ട് ഒന്നുകിൽ നമ്മൾ പഠിപ്പിക്കുന്നവരാകല്ലേ നമ്മളെ കുട്ടികളെ അതിനുവേണ്ടി വിനിയോഗിച്ചിട്ട് ആ കുട്ടികൾ മുഖേനയെങ്കിലും ജ്ഞാനം നമ്മുടെ കുടുംബത്തിൽ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക. ഒരു കുടുംബ സംഗമത്തിലെ അംഗങ്ങൾ എന്ന രീതിയിൽ ഇവിടെ ഈ കുട്ടിയെ കൊണ്ടുചെന്ന് എത്തിച്ചത് എന്തുമാത്രം നമുക്ക് മാനസിക സംതൃപ്തി ഉണ്ടാക്കുന്ന ഒന്നാണ് എന്ന് ഇതിലൂടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഒരുപക്ഷെ നമുക്ക് സാമ്പത്തിക സൗകര്യങ്ങൾ ഉണ്ടായേക്കാം. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്ന മറ്റൊരു വശം അതാ, അത്യാവശ്യ സാമ്പത്തിക സൗകര്യങ്ങളും ഭദ്രതയും ഒക്കെ ഉണ്ടായാൽ പിന്നെ മതം പഠിക്കേണ്ട കാര്യമില്ല, അവനെ പിന്നെ മതപഠനത്തിന് വിടേണ്ട കാര്യമില്ല. ദാരിദ്ര്യത്തിന്റെ നീരാളിപ്പിടുത്തത്തിലാണെങ്കിൽ ഒരുപക്ഷെ ഒരു കുട്ടിക്ക് ദാരിദ്ര്യത്തിന്റെ ആ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ദരിദ്രനായ കുട്ടിയെ ഒരുപക്ഷെ നമ്മൾ ദർസിൽ പറഞ്ഞേക്കും, അല്ലെങ്കിൽ അറബി കോളേജിൽ പറഞ്ഞേക്കും. ആ ഒരു പ്രവണത ഇടക്കാലത്തുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ സാമ്പത്തികമായി സമൂഹം ഉയർന്നപ്പോ, സൗകര്യമുള്ളപ്പോൾ അവന് എത്ര ക്യാപിറ്റേഷൻ ഫീ കൊടുത്താലും ശരി, ഏത് ഡൊണേഷൻ കൊടുത്താലും ശരി, ഒന്നുകിൽ മെഡിക്കൽ സയൻസിന് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിന്, അതല്ലെങ്കിൽ തത്തുല്യമായ ഏതെങ്കിലും മേഖലയിലേക്ക് കുട്ടിയെ അയച്ചുകൊണ്ട് ഉയർത്തി പഠിപ്പിക്കണം എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ മോഹം. എന്നാൽ പണം നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ കുട്ടിക്ക് ഇൽമു നുകരാൻ അവസരം ലഭിച്ചാൽ അത് അവന് ഏറ്റവും നല്ല ഒരു ഉപകാരപ്രദമായ അവസ്ഥയല്ലേ. മിസ്അബ് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല തന്റെ മകന് കൊടുത്ത ഉപദേശം ചരിത്രഗ്രന്ഥങ്ങളിൽ കാണുന്നു. തഅല്ലമിൽ ഇൽമ, നീ ഇൽമു പഠിക്കും, മതപരമായ വിദ്യ നീ പഠിക്കും. പിതാവ് തന്റെ കുഞ്ഞിനോട് പറയുന്നു, ഫഇൻ യകുലക മാലുൻ കാന ലക ജമാല, നിനക്ക് സമ്പത്തുണ്ടെങ്കിൽ, നീ സാമ്പത്തിക ഭദ്രതയിലാണെങ്കിൽ ഈ ഇൽമു നിനക്ക് നല്ല ഒരു മനോഹാരിത പകരും, നിനക്കതൊരു ജമാലാണ്, അലങ്കാരമാണ്. ഏത് പണക്കാരനാണെങ്കിലും ശരി, ആ പണക്കാരൻ എന്ന അവസ്ഥയേക്കാൾ അവനെ സംബന്ധിച്ചിടത്തോളം ഇൽമുണ്ടെങ്കിൽ അതിന്റെ പ്രത്യേകത മറ്റൊന്നാണ്. വഇല്ലം യകുൻ ലക മാലുൻ കാന ലക മാല, ഇനി അഥവാ സമ്പത്തില്ലെങ്കിലോ ഈ ഇൽമു നിനക്ക് വലിയ സമ്പത്താണ്. ആ ഇൽമു കൊണ്ട് നിനക്ക് ഒരുപാട് നേടുവാൻ കഴിയും, ഒരുപാട് ഉയരങ്ങളിൽ എത്തുവാൻ കഴിയും. നിന്റെ ജീവനോപാധിക്ക് വരെ അത് മതിയാകും എന്ന് ബഹുമാനപ്പെട്ടവർ തന്റെ പ്രിയപ്പെട്ട പുത്രനെ പഠിപ്പിക്കുമ്പോൾ, നമ്മൾ സാമ്പത്തിക ഭദ്രതയിൽ എത്തിയ ഒരു രക്ഷിതാവാണെങ്കിൽ പോലും, ഇപ്പൊ ഏതെങ്കിലും ഒരു രക്ഷിതാവിന് അങ്ങനെ തോന്നുന്നുവെങ്കിൽ, ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ സാമ്പത്തികമായി മെച്ചപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് കുടുംബത്തിൽ അംഗങ്ങളുണ്ട്. പക്ഷെ ഇന്നൊരു മാറ്റമുണ്ട്. ആ സാമ്പത്തികമായി മെച്ചപ്പെട്ട് നിൽക്കുന്ന ആളുകൾ പോലും തന്റെ കുട്ടി 2 അക്ഷരം ശർഈയായ ഇൽമു പഠിക്കണമെന്നൊരു ബോധമുള്ളവനാ. കാരണം ആർക്കും അറിയാം, ഭൗതികമായി വിദ്യ എത്രമേൽ നേടിയാലും അതുകൊണ്ട് ലഭ്യമല്ലാത്ത ഒരു ഷറഫ്, ഒരു ശ്രേഷ്ഠത. ഇന്നൽ ഹിക്മത തസീദു ശരീഫ ഷറഫൻ. ഈ ഹിക്മത്ത്, മതപരമായ ജ്ഞാനം, എത്ര ഔന്നത്യത്തിൽ നിൽക്കുന്ന ആളുകളാണെങ്കിലും അവന് കൂടുതൽ ഔന്നത്യം പകർന്നു കൊടുക്കും. വതർഫഉൽ അബദൽ മംലൂക്ക്, ഏത് അടിമയായ മനുഷ്യനെയും അത് ഉയർത്തിക്കൊണ്ടുവരും. ഹത്താ ഇജ്ലിസഹു മജാലിസൽ മുലൂക്ക്, രാജാക്കന്മാരുടെ സമീപത്ത് ഇരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് അവൻ ഉയർത്തിക്കൊണ്ടുപോകും എന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഏത് സദസ്സിലേക്കും വെക്കാൻ പറ്റുന്ന ഒരു കുട്ടി,
എവിടെയും ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ഒരു ചെറുപ്പക്കാരൻ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലേക്ക് പറഞ്ഞയക്കാവുന്ന ഒരു പെൺകുട്ടി, നല്ല ഇസ്ലാമിക ബോധമുള്ള ഒരു പെണ്ണ്, ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നാൽ, അതേസമയം ഇത്തരമൊരു ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മതപരമായ വിദ്യ അവന് പഠിക്കാൻ അവസരമുണ്ടായി എന്നതിനാൽ ഭൗതിക വിദ്യ തടയപ്പെടുന്നില്ലല്ലോ. ഒരു നിലക്കും ഭൗതിക വിദ്യ തടയപ്പെടുന്നില്ല. നല്ല നിലവാരത്തോടു കൂടി കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്നു. സമൂഹ നേതൃസ്ഥാനത്ത് ഇത്തരം ആളുകൾ വന്നെങ്കിലേ സമൂഹം പോലും രക്ഷപ്പെടും. ഒരു സമൂഹത്തിന്റെ രക്ഷ. ഇപ്പൊ പൂർവ്വകാലത്ത് നമ്മുടെ സമൂഹത്തിനുണ്ടായ ഏറ്റവും വലിയ ഗുണം എന്താ? നല്ല ഇൽമും തഖ്വയുമുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിന്റെ തലപ്പത്ത് വന്നു എന്നതാണ്. കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ഇന്നത്തെ വിജയത്തിന്റെ ഒരു അടിത്തറ എന്താ? നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പഴയകാല കുടുംബത്തിൽ ശരിക്ക് ശർഈ ഇൽമു പഠിച്ച നല്ല മതബോധമുള്ള തഖ്വയുള്ള പണ്ഡിതന്മാർ നമ്മുടെ നേതൃനിരയിൽ വന്നു എന്നുള്ളതാണ്. ഇനിയുള്ള ഒരു തലമുറയിൽ അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ലാതെ വന്നാൽ ഇന്നിപ്പോ കേവലം പള്ളി ദർസിൽ മാത്രം പോയി പഠിക്കുന്ന കുട്ടികൾ വളരെ കുറവാണ്. അതേസമയം സമന്വയ പഠനത്തിലേക്ക് എല്ലാവരും താല്പര്യപ്പെടുന്നു. ഈ പഠനത്തിൽ മതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ആ കുട്ടിക്ക് മതപരമായ കൾച്ചർ ഊന്നി നൽകിയാൽ അതുകൊണ്ട് ലഭ്യമാകുന്നത് സമൂഹത്തിന്റെ നാളത്തെ വിജയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ജനസമൂഹത്തിന് നന്മ ഉദ്ദേശിച്ചാൽ, ഇദാ അറാദല്ലാഹു ബിന്നാസി ഖൈറൻ ജഅലൽ ഇൽമ ഫീ മുലൂകിഹിം, മാത്രമല്ല വൽ മുൽക ഫീ ഉലമാഇഹിം, രണ്ടും ഒരുപോലെ തന്നെ. ആ വാചകം നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ജനസമൂഹത്തിന് നന്മ കാംക്ഷിച്ചാൽ, ഉദ്ദേശിച്ചാൽ അവരുടെ നേതൃപദവിയിൽ ഇരിക്കുന്ന ആളുകൾക്ക് പടച്ചറബ് ഇൽമു കൊടുക്കും. ഇൽമു കൊടുത്ത ആളുകളെ അവരെ നേതൃപദവിയിൽ എത്തിക്കും. അങ്ങനത്തെ ആളുകൾ സമൂഹത്തെ നയിക്കുമ്പോൾ ദിശാബോധമുള്ള ഒരു നേതൃത്വം ഒരു സമൂഹത്തിന് ലഭ്യമാവുകയും അതുവഴി ഒരു സമൂഹം നേർവഴിക്ക് വരികയും ചെയ്യും. അപ്പൊ ഈ രണ്ട് ഇൽമും പഠിക്കുന്ന കുട്ടികൾ തന്നെയായിരിക്കും നാളെ നമ്മുടെ മഹല്ലത്തിന്റെ നേതൃസ്ഥാനത്ത്, നാളെ നമ്മുടെ സമൂഹത്തിന്റെ നേതൃസ്ഥാനത്ത്. ഈ കോഴ്സ് പാസ്സായി നല്ല നിലക്ക് രണ്ട് വിദ്യയും വരുന്ന ഒരു കുട്ടി ഗ്രാമത്തിലെത്തി നോക്കട്ടെ. ആ ഗ്രാമത്തിൽ അവനോട് കിടപിടിക്കാൻ മറ്റാർക്ക് കഴിയും? സമ്പത്ത് കൊണ്ട് കഴിയുമോ? കേവല ഭൗതിക വിദ്യ കൊണ്ട് കഴിയുമോ? ഒരിക്കലും കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് വേണ്ടത് ചെയ്തു കൊടുക്കൽ രക്ഷിതാവിന്റെ കടമയാണ്. ഒരു രക്ഷിതാവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട്, കേവലം ഒരു പ്രഭാഷകന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പഠിപ്പിച്ച എന്താ? റഹിമല്ലാഹു ഇംറഅൻ അആന വലദഹു അലാ ബിദ്ദിഹി. ഒരു കുട്ടിക്ക് ഗുണത്തിന് വേണ്ടി എന്ത് സഹായം ഒരാൾ ചെയ്തു കൊടുത്താൽ ആ പിതാവിനെ, ആ വ്യക്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചിരിക്കുന്നു, അവനെ അനുഗ്രഹിക്കട്ടെ എന്നാണ്. ഒരു പിതാവിന് തന്റെ കുഞ്ഞിന് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നേട്ടം, ഏറ്റവും വലിയ ഗുണം, മാ നഹല വാലിദുൻ വലദൻ മിൻ നഹലിൻ അഫ്ളല മിൻ അദബിൻ ഹസനിൻ എന്നാണ്. ഒരു പിതാവിന് തന്റെ കുട്ടിക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ആ കുട്ടിക്ക് ശർഈയ ഇൽമു പഠിപ്പിച്ച് ഇസ്ലാമിക കൾച്ചർ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അദബുൻ ഹസൻ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതല്ലേ, നല്ല ഇസ്ലാമിക ചിട്ടയിൽ ആ കുട്ടിയെ വളർത്തിക്കൊണ്ടുവരിക. നമ്മൾ ഇന്ന് കേവലം ഇസ്ലാമിക ചിട്ടയിൽ വളർത്താൻ ഭൗതികത പാടെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു കുട്ടിയെ നമ്മൾ ആ വഴിക്ക് വിടാൻ ശ്രമിച്ചാൽ ഒരു പക്ഷേ വിജയിക്കില്ല. കാരണം കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു പ്രബോധന രീതിയും സംവിധാനവും ഒക്കെ നമ്മുടെ കുട്ടിക്ക് പഠിപ്പിക്കണം. അത് പഠിപ്പിക്കുമ്പോഴേ പറ്റൂ. അങ്ങനെ ഒരു കുട്ടി പഠിച്ചു വരുമ്പോ ആ കുട്ടിക്ക് ഇതിലൂടെ ചിന്തിച്ച് വളരാൻ പറ്റുമല്ലോ. ഇപ്പൊ ഉദാഹരണമായി ഇവിടെ തന്നെ, ഇപ്പൊ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. ഞാൻ ഇവിടെ വന്നപ്പോ, നേരത്തെ ഇവിടെ വരുമ്പോ, ഞാൻ എന്തായാലും ഇവിടെ വന്നിട്ടില്ല, ഇന്ന് വരുമ്പോ നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുസ്തഫാണ് പറ, അദ്ദേഹം എന്തായാലും ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു കുട്ടി പ്രസിദ്ധീകരിച്ച ഒരു ചെറിയ ഇംഗ്ലീഷ് കവിതാ പുസ്തകം കണ്ടു. ഞാനത് അല്പം വായിച്ചു നോക്കി. ഒറ്റയടിക്ക് വായിച്ചപ്പോൾ തന്നെ നമുക്ക് ഒരു കുട്ടി അതിലൂടെ ചിന്തിച്ച് എത്തിച്ചേരുന്ന ഒരു വിഷയം എന്ത്, അതല്ലേ നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനം. ഞാൻ ഒന്നിങ്ങനെ ഓടിച്ചു നോക്കി, അതിനെ എനിക്ക് സമയം കിട്ടിയുള്ളൂ. അതിലൊരു കവിതയിലെ 2 വരി ഞാൻ വായിച്ചു. എനിക്ക് തോന്നി ആ കുട്ടി എഴുതിയിരിക്കുന്നു, ഇന്റർനെറ്റ് വി ക്യാൻ ബ്രോസ് ഓൾ വേൾഡ്സ് ആൻഡ് വേർഡ്സ് ഫ്രം ഹൗസ്. ഇന്റർനെറ്റിലൂടെ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ലോകത്തെ സകല വാക്കുകളിലേക്കും സകല ലോകത്തേക്കും കടന്നു ചെല്ലാൻ പറ്റും. ഇവിടെ പഠിക്കുന്ന ഒരു 4ാം വർഷക്കാരന് കുട്ടി എഴുതിയതാ. എന്നിട്ട് കുട്ടി പറയുന്നു, ബട്ട് ഇറ്റ് ഫൈൻഡ് ഹാർഡ് ടു സെർച്ച്. വളരെ പ്രയാസമാണ് നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടെത്താൻ. എന്ത്? വീട്ടിലിരുന്നു കൊണ്ട് ഇന്റർനെറ്റിലൂടെ നമുക്ക് സെർച്ച് ചെയ്തിട്ട് ലോകത്തിന്റെ ഏത് മേഖലയില്ല എന്തും നമുക്ക് കണ്ടെത്താൻ, വാക്കുകളാണെങ്കിലും ലോകമാണെങ്കിലും. ബട്ട് ഇറ്റ് ഫൈൻഡ് ഹാർഡ് ടു സെർച്ച്. വളരെ ഹാർഡാണ്, പ്രയാസമാണെന്ത്? ഇഫ് ഹെൽ ഓർ ഹെവൻ വി വിൽ റീച്ച്. നമ്മൾ ഹെൽ ഓർ ഹെവൻ വി വിൽ റീച്ച്, സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ നമ്മൾ എത്തുക എന്ന് ഇത് വെച്ച് സെർച്ച് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എത്താൻ പറ്റും? ഇവിടുത്തെ ഒരു 4ാം ക്ലാസ്സാണ് കുട്ടി എഴുതിയതാ. അത് തന്നെയാണ് വാഫി എന്നാണ് ഞാൻ പറയുന്നത്. അത് തന്നെയാണ് വാഫി. ഞാൻ ആ കുട്ടിയെ അഭിനന്ദിച്ചു, വളരെയേറെ അഭിനന്ദിച്ചു. എനിക്ക് അങ്ങനെ തോന്നി. കാരണം ആ കുട്ടിക്ക് ഇന്റർനെറ്റും അതുപോലെ തന്നെ ഈ ആധുനിക സംവിധാനങ്ങളും ഒക്കെ മുമ്പിൽ കിടന്ന് മറിയുമ്പോഴും ഞാൻ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എത്തുക എന്ന് ഇതിലൂടെ സെർച്ച് ചെയ്യാൻ കഴിയില്ല.
അതിന് ഞാൻ വേറെ ചില മാർഗങ്ങൾ തേടണം എന്നവന്റെ മനസ്സിന്റെ ഉപബോധ മണ്ഡലത്തിൽ നിന്നുള്ളൊരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ അത് ഇതിന്റെ വിജയമാണ്. അത് തന്നെയാണ് വാഫി കോഴ്സിന്റെ പ്രത്യേകത. അവിടെയാണ് വാഫി നിൽക്കേണ്ടത്, അവിടെയാണ് നമ്മുടെ കുട്ടി നിൽക്കേണ്ടത്. അവൻ കമ്പ്യൂട്ടർ പഠിക്കട്ടെ, അവൻ ലോകത്തിന്റെ സകല മേഖലയിലും പോകട്ടെ. അവിടെ ഒക്കെ പോകുമ്പോഴും നമുക്ക് വളരെ സെർച്ച് ചെയ്യാൻ വളരെ ഹാർഡാണ്. നമ്മൾ എവിടെ എത്തും? വി വിൽ റീച്ച് ഹെൽ ഓർ ഹെവൻ. എവിടെ നമ്മൾ എത്തും? ആ ചിന്തയിൽ ഈ കുട്ടിയെ സ്വർഗത്തിന്റെ വഴി തിരിച്ചുവിടുന്ന ഏർപ്പാട്, ആ ഏർപ്പാടിലേക്ക് കുഞ്ഞിന്റെ മനസ്സിനെ എത്തിക്കാൻ നമുക്ക് പറ്റുമോ? അപ്പൊ വിജയമുണ്ട്, അവിടെയുള്ള വിജയം. അതുകൊണ്ട് ആ രക്ഷിതാവ് അല്ലെങ്കിൽ ഈ കുട്ടി നേരായ മാർഗം പ്രാപിക്കുന്നതിന്റെ ഒരു ലക്ഷണമാണ് ആ കവിതയിലൂടെ ഞാൻ കണ്ടത്. 4 വർഷം ഇവിടെ പഠിക്കുമ്പോൾ ഇനിയും ആ കുട്ടിക്ക് 4 വർഷവും കൂടി ഇവിടെ ഉണ്ട്. അപ്പൊ ഒന്നുകൂടി മെച്ചറായി കുറച്ചുകൂടി ഉയർന്നു പോകാൻ കഴിയും. ഞാൻ അതുകൊണ്ടാണ് പ്രത്യേകമായി എന്റെ മനസ്സിൽ തട്ടിയത് കൊണ്ട് തന്നെയാണ് ഞാൻ അഭിനന്ദിച്ചത്. ഞാൻ ആ കുട്ടിയെ കാണണമെന്ന് പറഞ്ഞു, വിളിച്ചു, കണ്ടു, അഭിനന്ദിച്ചു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികൾ അങ്ങനെ ആയി വരുമ്പോ ഏത് കുട്ടിയാണെങ്കിലും ആ കുട്ടിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തന്നെ ആ കുട്ടിക്ക് വേണ്ട പ്രാർത്ഥനകളും അതുപോലെ തന്നെ പ്രോത്സാഹന പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാ. നമ്മുടെ കുട്ടിക്ക് നമുക്ക് ചെയ്തു കൊടുക്കാനുള്ള ഏറ്റവും വലിയ കാര്യം അതാ. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ എഴുതി, മഹാനവറുകൾ പറഞ്ഞു, അസ്സബിയു അമാനത്തുൻ ഇൻദ വാലിദൈഹി. ഒരു കുഞ്ഞെന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുടെ കയ്യിലുള്ള ഒരു സൂക്ഷിപ്പ് മുതലാണ്. ആ കുഞ്ഞ് മാതാവിന്റെയും പിതാവിന്റെയും കയ്യിലുള്ള ഒരു സൂക്ഷിപ്പ് സ്വത്താണ്. വഖൽബുഹു ജൗഹറത്തുൻ നഫീസത്തുൻ സാദിജത്തുൻ. ജൗഹറത്തുൻ നഫീസത്തുൻ, അമൂല്യ രത്നമാണ് ഈ കുഞ്ഞിന്റെ ഹൃദയം. ഒരു കുഞ്ഞിന്റെ ഹൃദയം വളരെ അമൂല്യമായ ഒരു രത്നം പോലെയാണ്. മാത്രമല്ല അത് നിർമ്മലമാണ്. സാദിജത്തുൻ, നിർമ്മലമാണ്. ഖാലിയത്തുൻ മിൻ കുല്ലി നഖ്ശിൻ വസൂറത്തിൻ. എല്ലാ ഒരു സൂറത്ത്, ഒരു രൂപമോ അല്ലെങ്കിൽ ഏതെങ്കിലും അവിടെ ഉല്ലേഖിതമായ വസ്തുതയോ ഇല്ലാതെ വളരെ ഫിത്രത്തിൽ ശൂന്യമായി നിൽക്കുന്ന ഒരു മനസ്സ്. എങ്ങോട്ട് തിരിച്ചാലും തിരിയും, എന്ത് കൊത്തിവെച്ചാലും അതിൽ പതിയും. എന്നിട്ട് ആ കുട്ടിയെ കുറിച്ച് മഹാനവറുകൾ പറയുന്നു, ആ കുട്ടിക്ക് നിങ്ങൾ നന്മ പഠിപ്പിച്ചാൽ അതിലൂടെ കുട്ടി വളർന്നു വരും. അവൻ വിജയിക്കും, ഈ ലോകത്തും പരലോകത്തും വിജയിക്കും. ഖൈർ ആ കുട്ടിക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്താൽ, ദീനിയായ ഉലമ കൊടുത്താൽ 2 ലോകത്തും വിജയിക്കും. കേവല ഭൗതികത മാത്രം കുട്ടി കൊടുത്താൽ ഈ ലോകത്ത് തന്നെ അവൻ വിജയിക്കുമോ എന്നറിയില്ല. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തെ പ്രതിസന്ധികളിൽ അവൻ മനം മടുത്തുകൊണ്ടൊരു പക്ഷേ ആത്മഹത്യയിലേക്ക് വരെ പോയി എന്ന് വരാം. IAS ഓഫീസർമാർ വരെ ആത്മഹത്യ ചെയ്ത അനുഭവമുണ്ട് നമ്മുടെ കേരളത്തിൽ. അവന്റെ മനസ്സിന് സമാധാനം പകരാൻ കഴിയുന്ന ഒരു തത്വവും ചിന്തയും അവന് പിൻബലമായി ഇല്ലെങ്കിൽ അവന്റെ ഭൗതിക സാമ്രാജ്യങ്ങളൊന്നും അവന് ഉപകരിക്കില്ല. വലിയ വലിയ പണക്കാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, സമ്പന്നർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. സിനിമാ ലോകത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ കോടികൾ ആസ്തി വെച്ചിട്ട് തൂങ്ങി മരിച്ചതും വിഷം കുടിച്ച് മരിച്ചതും ഒക്കെ അടുത്ത കാലത്തൊക്കെ പത്രങ്ങളിൽ നമ്മൾ ധാരാളമായി കണ്ടതാണല്ലോ. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, ഈ കുട്ടിക്ക് ഖൈർ പഠിപ്പിച്ചു കൊടുത്ത് അവൻ വിജയിച്ചാൽ അവന്റെ ബാപ്പ അതിൽ തീർച്ചയായും പങ്കാളിയാ. ബാപ്പ മാത്രമല്ല, അവന്റെ മുഅല്ലിമും മുഅദ്ദിബും, അവന്റെ അധ്യാപകർ, അവനെ പരിശീലിപ്പിക്കാൻ കാരണക്കാരായ ആളുകൾ എല്ലാവരും ഈ പ്രതിഫലത്തിന് അർഹരാണ് എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നു. വൈൻ ഉവ്വിദ ശർ, ആ കുട്ടിക്ക് തിന്മ പഠിപ്പിച്ചാൽ, തിന്മയിൽ ആ കുട്ടിയെ വളർത്തിക്കൊണ്ടുവന്നാൽ, ഒരു മൃഗത്തെ പോലെ വെറുതെ അങ്ങോട്ട് വിട്ടു, അവനെ ഇല്ലെങ്കിലും പോട്ടെ, പഠിക്കട്ടെ, എന്തെങ്കിലും ആവട്ടെ, അവനെ പരിഗണിക്കാതെ ആ കുട്ടിയെ നമ്മൾ കയറൂരി വിട്ടു. പടച്ചറപ്പ് തന്ന വലിയൊരു അനുഗ്രഹത്തെ കയറൂരി വിട്ടാൽ എന്താ സംഭവിക്കുക? ഷഖിയ, അവൻ പരാജയപ്പെടും. വഹലക, അവൻ നശിക്കും. വകാനൽ വിസ്റു ഫീ റഖബത്തിൽ ഖയ്യിമ അലൈഹി വൽ വാലി ലി ഉമൂരിഹി. ആ കുട്ടിയുടെ പരിപാലകനും ആ കുട്ടിയുടെ മേൽ അധികാരമുള്ളവനുമായ പിതാവോ രക്ഷിതാവോ ആരാവട്ടെ, അവന്റെ പെരടിയിൽ അതിന്റെ ഉത്തരവാദിത്തം അള്ളാഹു ഏൽപ്പിക്കുക തന്നെ ചെയ്യും. അതിന് പടച്ചറപ്പിനോട് സമാധാനം പറയേണ്ടി വരും. അപ്പൊ ഈ കുട്ടിയെ നേർവഴിക്ക് തിരിച്ചുവിടാൻ, നല്ല മനസ്സുള്ള കുട്ടിയെ തിരിച്ചുവിടാൻ മഹത്തുക്കൾ നമുക്ക് ഉപദേശം തരുന്നു, ദീൻ നമ്മളോട് പറയുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനുവേണ്ടി ചിന്തിക്കണം. കാരണം നമ്മളൊരു പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്താൽ അത്തദ്ബീറു നിസ്ഫുൽ മഈഷ എന്നാണല്ലോ, പ്ലാനിങ് ആണല്ലോ ജീവിതത്തിന്റെ പകുതി. അതുകൊണ്ട് തന്നെ അത്തദ്ബീറു ഖബലൽ അമലി യുഅ്മിനു കന്നദം. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്താൽ ഖേദിക്കാതെ രക്ഷപ്പെടാൻ പറ്റും. നമ്മളെ കുട്ടിക്ക് ഗൈഡൻസ് കൊടുക്കാറുണ്ടല്ലോ നമ്മള്. അപ്പൊ എങ്ങനെ കുട്ടിയെ ഗൈഡ് ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിക്കണം. നമ്മളെ കുട്ടി ഏത് വഴിക്ക് വിടണമെന്ന് നമ്മൾ തീരുമാനിക്കണം. അങ്ങനെ നമ്മളെ കുട്ടിയെ വിടണമെന്ന് തീരുമാനിക്കുമ്പോൾ നമ്മൾ നോക്കണം. ഞാനിപ്പോ നേരത്തെ ഒരു കുട്ടിയുടെ കവിതയെ കുറിച്ച് പറഞ്ഞു. അതുപോലെ കുട്ടിക്ക് ഉയരാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് ഈ മതം കുട്ടിക്ക് തടയണം? അതുപോലെ കുട്ടിക്ക് IAS ഓഫീസർ ആവാൻ കഴിയുമെങ്കിൽ എന്തിനു തടയണം? ഇപ്പോ ഉദവികളും വാഫികളുമായ ആളുകൾ സിവിൽ സർവീസിന് വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ട്. ഡൽഹിയിലുണ്ട് കുട്ടികൾ പഠിക്കുന്നു, സിവിൽ സർവീസിന് ശ്രമിക്കുന്ന ആളുകളുണ്ട്. വളരെ മനോഹരമായി അവർക്ക് സിവിൽ സർവീസ് നേടാൻ കഴിഞ്ഞാൽ ശരഈ ഇൽമുള്ള ഒരു ജില്ലാ കലക്ടറോ ഒരു RDOയോ അല്ലെങ്കിൽ അതുപോലത്തെ IPS ഓഫീസറോ IFS ഓഫീസറോ ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കും. അതിന്റെ അന്തസ് നോക്ക് നിങ്ങൾ.
5 വക്ത് കൃത്യമായി നമസ്കരിക്കുവാനും ഇസ്ലാമിന്റെ ഷിആറ് കാത്തു സൂക്ഷിക്കുവാനും അഴിമതിയും ന്യൂനതയും ഇല്ലാതെ ശരിക്കും ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് പോലും പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്ന ഒരു വലിയ ഉദ്യോഗസ്ഥൻ, ഞാൻ പറയട്ടെ, ഒരു വാഫി കോഴ്സ് പാസ്സായ അല്ലെങ്കിൽ അതുപോലത്തെ ശറഈ ഇൽമുള്ള ഒരു മനുഷ്യൻ നാളെ ഒരു കലക്ടറായി വരുമ്പോ അയാൾ ബന്ധപ്പെടുന്ന മേഖലകളിലൊക്കെ അയാൾ ശ്രദ്ധിക്കപ്പെടുമല്ലോ. അത് ദീനിന്റെ വലിയൊരു ദഅവത്തായി മാറും. ഒരു വലിയ ഉദ്യോഗസ്ഥൻ നമ്മുടെ സമൂഹത്തിൽ എത്ര പേരാൽ ശ്രദ്ധിക്കപ്പെടും? ഇപ്പൊ കേരളത്തിന്റെ ഒരു സാമൂഹ്യ ഭൂമിക നോക്ക് നിങ്ങൾ. ആര് കേരളീയ മുസ്ലിങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ മൊത്തത്തിൽ മുസ്ലിങ്ങളെ കുറിച്ച് കേരളത്തിൽ വന്ന് വർഗീയവാദി, ഭീകരവാദി എന്നൊക്കെ പറഞ്ഞാലും നടക്കാത്ത എന്തുകൊണ്ടാ? ഇവിടെ എല്ലാ കുറച്ചൊക്കെ മന്ത്രിമാരും അതുപോലെ ബന്ധപ്പെട്ടവരും ഒക്കെ എല്ലാ സമൂഹവുമായി മിങ്കിൾ ചെയ്ത് ഇസ്ലാം എന്താന്ന് അവർക്ക് കണ്ടറിയാൻ അവസരം കിട്ടി. മറ്റുള്ളവരുമായി ബന്ധപ്പെടുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന ഒരു മാറ്റം നോർത്ത് ഇന്ത്യയിലൊന്നും പലപ്പോഴും അതില്ല. അവർ ഇസ്ലാമിന് ഒരു അപൂർവ വസ്തുവായി കാണുന്നു. എന്നതുപോലെ നമ്മൾ ഇവിടെ നല്ലൊരു ഉദ്യോഗസ്ഥൻ, അവൻ ഏത് ജോലിയിലാവട്ടെ ഇസ്ലാമികമായ കൾച്ചർ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അയാൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും. മറ്റുള്ളവർക്ക് വലിയൊരു ദഅവത്ത് ഇയാളുടെ ജീവിതവും പ്രവർത്തനവും തന്നെയാവും. ഇപ്പൊ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവർ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒരുപാട് പണം ചെലവഴിക്കുന്നു, അയക്കുന്നു. തിരിച്ചു വരുമ്പോ ഈ മക്കൾ വഴികേടിലായി കണ്ടാൽ ആ പിതാവിനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ഖേദകരമായ അനുഭവം ഉണ്ടാവും. ഇപ്പൊ ഞാൻ തന്നെ എന്റെ വ്യക്തിപരമായ അനുഭവം പല സദസ്സുകളിലും പറഞ്ഞു. കുട്ടികളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പൊ ഞാൻ എന്റെ വ്യക്തിപരമായ അനുഭവം പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാളിൽ നിന്ന് കേൾക്കാൻ കഴിയുന്ന വേദനയുടെ ഒരു മുഖമാണ് നമ്മൾ സമൂഹത്തിൽ അവതരിപ്പിക്കുന്നത്. ഹജ്ജിനൊക്കെ പോകുന്ന സമയത്ത് പലപ്പോഴും ഒരു കുഞ്ഞുണ്ടായി കാണുന്നതിന് വേണ്ടി ദുആ ചെയ്ത് കട്ടപ്പെട്ട് പ്രയാസപ്പെട്ട് എല്ലാ സ്ഥലങ്ങളിലും പോയി പല ചികിത്സകളും നടത്തി സാധിക്കാതെ ഇനി പരിശുദ്ധ കഅബയുടെ കില്ല പിടിച്ചിട്ടൊന്ന് കരയണം, അറഫയിൽ വന്നുകൊണ്ടൊന്ന് ദുആ ചെയ്യണം, അതല്ലെങ്കിൽ പരിശുദ്ധ മദീനയിൽ പോയി റസൂലുള്ളാഹിന്റെ റൗള സിയാറത്ത് ചെയ്തുകൊണ്ട് കരഞ്ഞ് ദുആ ചെയ്യണം എന്ന് കരുതി കിടപ്പാടം പോലും വിറ്റ് ഹജ്ജിന് പോകുന്ന ആളുകളെ എനിക്കറിയാം. കുറഞ്ഞ കാല അനുഭവത്തിൽ നമ്മുടെ കൂടെ ഹജ്ജിന് വന്നിട്ട് ഒരു കുഞ്ഞുണ്ടായി കാണാൻ വേണ്ടി മാത്രം അത്രമാത്രം സമ്പത്തില്ല, ഹജ്ജ് നിർബന്ധമില്ല, എന്നിട്ട് പോലും ഹജ്ജിന് വന്ന ആൾക്കാർ. എന്താ കാരണം? ഒരു കുഞ്ഞുണ്ടായി കാണാനുള്ള മനസ്സ്. അതേ സമയത്ത് നേരെ തിരിച്ചൊരു മനസ്സ്. ഞാൻ ചോദിക്കട്ടെ, എന്റെ അനുഭവത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. ഇതുപോലെ എത്രയോ ആളുകൾ ഒരു കുഞ്ഞുണ്ടായി കാണുന്നതിന് വേണ്ടി, കുട്ടികളില്ലാത്തവർക്കല്ലേ എന്റെ വിഷമം മനസ്സിലാവും. അങ്ങനെ ഒരു കുഞ്ഞില്ലാതെ വിഷമിച്ചുകൊണ്ട് ഹജ്ജിന് വേണ്ടി പോകുന്ന ആളുകൾ, ആ ആളുകളെ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു മറുവശം. ഒരിക്കലും ഒരു ഹജ്ജ് ക്ലാസ് കഴിഞ്ഞൊരു പ്രദേശത്ത് ഇതുപോലെ സ്ഥാപനത്തില് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവസരം ഒരുങ്ങുമ്പോൾ ഒരാൾ നേരെ എൻ്റെ അടുത്ത് കയറി വന്നിട്ട് വ്യക്തിപരമായി എന്നോട് പറഞ്ഞു ഒരു സങ്കടം. അയാൾ എന്നോട് ചോദിച്ചൊരു ചോദ്യം, ഞാൻ ഇപ്പോഴും ആ മനുഷ്യന്റെ മുഖം ഇങ്ങനെ കാണുകയാണ്. അയാൾ എന്നോട് വന്നിട്ട് ചോദിച്ചു, ഞാൻ ഗവൺമെന്റിൽ ഹജ്ജിന് കിട്ടിയ ആളാണ്, ഞാൻ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോവാണ്. അയാൾ പറഞ്ഞു, അവിടെ ചെന്നിട്ട് ദ്വാരക്കുമ്പോൾ മക്കൾ മരിച്ചു കിട്ടാൻ ദ്വാരക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് നേരെ ചോദിച്ചൊരു ചോദ്യം. ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ചോദ്യം ആദ്യമായിട്ട് അനുഭവിക്കുന്നത്. അപ്പൊ ഞാനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ അങ്ങനെ പറയുന്നത്, എന്താ പ്രശ്നം? അപ്പൊ അയാൾക്ക് 3 മക്കളുണ്ട്. 3 മക്കള്. അയാൾ പറഞ്ഞു, 3 ആൺമക്കളുണ്ട് എനിക്ക്. ഒരാൾ നല്ല പോക്കറ്റ് അടിക്കാരനാണ്, വലിയ കുഴപ്പമുണ്ടാക്കും, നാട്ടിൽ കേസും കൂട്ടായിട്ട് പലപ്പോഴും പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കും പോകേണ്ടി വരും. 2ാമത്തെ മകൻ കള്ളു കുടിച്ച് വൃത്തികെട്ടിങ്ങനെ നടക്കുകയാണ്. 3ാമത്തെ മകനെ കൊണ്ട് നേരിട്ട് അയാൾക്ക് ശല്യമൊന്നുമില്ല. അയാൾ പറഞ്ഞു, അവനൊരു പലിശയുടെ ബ്ലേഡ് കമ്പനി നടത്തുന്ന ആളാണ്. അങ്ങനെ കുറെ പാവങ്ങൾ അവിടെ സാധനങ്ങളൊക്കെ പണയം വെച്ച് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട്, എത്രത്തോളം എന്ന് ചോദിച്ചാൽ പട്ടിണി പാവങ്ങൾ പണ്ടോ മറ്റും പണയം വെച്ച് എടുക്കാൻ കഴിയാതെ ഇയാളെ വീട്ടിൽ വന്ന് കരഞ്ഞിട്ട് ഇയാളെ ബുദ്ധിമുട്ടിയ അനുഭവമുണ്ട്. ഈ 3 മക്കളും എത്ര പറഞ്ഞിട്ടും നന്നാവുന്നില്ല. ഞാനോട് ചോദിച്ചു, നിങ്ങൾ അവരെ മദ്രസയിലും സ്കൂളിലും നന്നായി പഠിപ്പിച്ചിരുന്നോ? അപ്പോൾ അയാൾ പറഞ്ഞു, ശരഈയായി മതപരമായി അവരെ കൂടുതൽ പഠിപ്പിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടില്ല, അവിടെ തന്നെയാണ് കുഴപ്പം പറ്റിയത്. അപ്പൊ അയാൾ പറഞ്ഞു, ആ മക്കളെ കൊണ്ട് ഞാൻ വളരെ പ്രയാസപ്പെട്ടു. ഞാനാണെങ്കിൽ കൃത്യമായി നിസ്കരിച്ച് നല്ല നിലക്ക് നടക്കുന്ന ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഇവരെ കൊണ്ട് എനിക്ക് ചീത്തപ്പേര് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ഹജ്ജൊക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഇനി ഇവരെ ശല്യം എനിക്ക് സഹിച്ചൂടെ, ഈ 3 മക്കൾ മരിച്ചു കിട്ടണം എന്നാണ് എൻ്റെ മനസ്സിലാഗ്രഹം. അവർ മരിക്കാൻ വേണ്ടി മക്കത്ത് നിന്ന് ദ്വാരക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ അവരോട് ചോദിച്ചു, മക്കത്ത് ചെന്ന് നിങ്ങൾ ദ്വാരന്നാൽ അവർ മരിക്കുന്നു ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ തിരിച്ച് എന്നോട് ചോദിച്ചു, നിങ്ങളൊക്കെ തന്നെയല്ലേ പറയാറ് അവിടെ ചെന്നാൽ ദ്വാരക്ക് ഉത്തരം കിട്ടുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അത്ര ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടെ ചെന്ന് ഒരു നന്നാൻ ദ്വാരുന്നൂടെ എന്ന് ചോദിച്ചു. എന്നാ പിന്നെ അങ്ങനെ ആക്കാന്ന് പറഞ്ഞു. അങ്ങനെ കോംപ്രമൈസ് ആയ വിഷയം. അപ്പൊ ശരിക്കും അയാളെ സംബന്ധിച്ചിടത്തോളം ആദ്യം അയാൾ പെട്ടെന്ന് ചോദിച്ച ചോദ്യം സത്യത്തിൽ അയാളെ മനസ്സിന്റെ ഉള്ളിലെ വികാര പ്രകടനല്ലേ, അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഒരു കുഞ്ഞുണ്ടായി കാണാൻ വേണ്ടി ഹജ്ജ് ചെയ്ത് ദ്വാ ചെയ്യാൻ പോണ ആൾക്കാരും, അവിടെ ചെന്നിട്ട് ഞാൻ മരിച്ചു കിട്ടാൻ ദ്വാരക്കണമെന്ന് ചോദിച്ച മനുഷ്യനും, ഒരു കുട്ടിയെ കൊണ്ട് മനുഷ്യന് ബുദ്ധിമുട്ടും ഗുണങ്ങളും ഉണ്ടാകുന്നതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നോക്ക് നിങ്ങൾ. ഇപ്പൊ നമ്മുടെ ഒരു കുട്ടി ഇവിടെ പഠിക്കുമ്പോൾ നമുക്കൊരു ചെറിയ പ്രയാസം ഉണ്ടാവും. എന്താ? സാധാരണഗതി നമ്മൾ ലോക്കൽ കോളേജിൽ കുട്ടിയെ പഠിപ്പിച്ചാൽ 2 വർഷം കൊണ്ട് +2 കഴിഞ്ഞ്, അത് കഴിഞ്ഞിട്ട് 2 വർഷം സ്കൂളിൽ +2 കഴിഞ്ഞ് 3 വർഷം കൊണ്ട് കുട്ടിക്ക് ഗ്രാജുവേഷൻ കിട്ടും. എന്ന് പറഞ്ഞാൽ 5 വർഷം കൊണ്ട് കുട്ടി ഡിഗ്രി നേടും. ഇവിടെ നമ്മുടെ കുട്ടി UGC അംഗീകരിച്ച ഒരു ഡിഗ്രി നേടുന്നത് 8 വർഷം കൊണ്ടാണ്. അപ്പൊ ഒരു 3 വർഷം നമ്മൾ കൂടുതൽ കുട്ടിക്ക് കാണേണ്ടി വരും. അങ്ങനെ ഒരു 3 വർഷം കുട്ടിക്ക് നമ്മൾ ക്ഷമിച്ച്, ആ കുട്ടിയെ കൊണ്ടും നമ്മുടെ മനസ്സുകൊണ്ടും ക്ഷമിച്ചു നിന്നാൽ അതുകൊണ്ട് കിട്ടുന്ന നേട്ടത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ടേ?
ഇസ്ലാം നമ്മളോട് പറഞ്ഞ എന്താ? ലാ തനാലൂന മാ തുഹിബ്ബൂന ഇല്ലാ ബിസ്സബ്ർ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവണമെങ്കിൽ ക്ഷമ വേണം. നിങ്ങൾ മോഹിക്കുന്ന ഒരു കാര്യത്തിലേക്ക് അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. നമ്മൾ ഇസ്ലാമികമായി ചിന്തിക്കേണ്ട കാര്യമാണ്. ലാ തനാലൂന മാ തുഹിബ്ബൂന ഇല്ലാ ബിസ്സബ്രി അലാ മാ തക്റഹൂൻ. നിങ്ങൾ വെറുക്കുന്ന ഒരു കാര്യത്തിൽ കുറച്ച് നിങ്ങൾ ക്ഷമിക്കേണ്ടി വരും. ഒരു 2-3 കൊല്ലം കളയാന്ന് പറഞ്ഞാൽ അത് ചിലർക്കൊരു പ്രയാസമാണ്. കോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ചിലരൊക്കെ പറയാറുള്ളത് ഡിഗ്രി കിട്ടണമെങ്കിൽ 8 വർഷമാകണ്ടേ. ആ 8 വർഷം കൊണ്ട് ഈ കുട്ടി ഒരുപാട് മതപരമായ വിദ്യ നേടുന്നു എന്ന കാര്യങ്ങൾ മറന്നു. വലാ തബ്ലുഗൂന മാ തഹ്വൂന. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇച്ഛിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ എത്തൂല ഇല്ലാ ബിത്തർക്കി മാ തസ്തഹൂൻ. നിങ്ങളെ മോഹങ്ങളൊന്നും ഒഴിവാക്കിയാലല്ലാതെ. വളരെ പെട്ടെന്ന് കുട്ടി ഡിഗ്രിയും PGയും എടുത്ത് പോയിട്ട് ഒരു ഉദ്യോഗസ്ഥനാകണമെന്ന മോഹം ഒഴിവാക്കണം. കാരണം ഇതൊരു കൃഷിയാണ്, ഇതൊരു വലിയ കൃഷിയാണ്. ഈ കൃഷിയിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ വിനിയോഗിച്ചാൽ ഇതിന്റെ ഫലം കിട്ടാൻ കുറച്ച് വൈകിയാലും അത് ദുന്യാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന വലിയൊരു കാര്യമായി നമുക്ക് നേടാൻ കഴിയും. നേരെ മറിച്ചോ കൊതിയാണ് മനുഷ്യന് പലപ്പോഴും. ആ കൊതിയാണ് മനുഷ്യനെ അപകടത്തിൽപ്പെടുത്താറുള്ളത്. അതല്ലേ നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും അപകടം ഉണ്ടാവാറ്. നമ്മുടെ ഒരു കുറഞ്ഞ കാല ജീവിതത്തിന്റെ തടവറില്ല സത്യത്തിൽ. അങ്ങനെയുള്ള മഹാന്മാര് പറയില്ലേ, അങ്ങനെയുള്ള മനുഷ്യനെ കുറിച്ചുള്ള ഒരു പൊതു തത്വം തന്നെ എങ്ങനെയാ? അൽ മർഉ യസീറു ഉംറിൻ അസീറു ഉംറിൻ യസീർന. അസീറു ഉംറിൻ യസീർന. ചെറിയ ഒരു കാലഘട്ടത്തിലെ ജീവിതത്തിന്റെ തടവറയിലാണ് നമ്മളുള്ളത്. ആ തടവറയിൽ കിടന്നുകൊണ്ട് ഈ ഒരു 10-60 വയസ്സ് വരെ ജീവിക്കുമ്പോൾ ദുനിയാവ് കൂടുതൽ കെട്ടിപ്പൊക്കണമെന്നൊരു മോഹം എങ്ങനെയോ നമ്മുടെ മനസ്സിൽ കടന്നുകൂടിയിരിക്കുന്നു. നമ്മളിപ്പോ സമ്പാദിച്ചാൽ തന്നെ ഒരു 60-70 മാബൈന സിത്തീന വസബഴി എന്നൊക്കെ അല്ലേ പറയാറുള്ളത്. ഒരു 60-70 ഇടയ്ക്ക് നമുക്ക് ജീവിതമുണ്ട്. ആ കാലഘട്ടത്തിലേക്ക് ഈ കുട്ടിയെ ഭൗതികമായി പഠിപ്പിച്ച് ഒരു ഉദ്യോഗസ്ഥനാക്കി അവനെ കൊണ്ട് കുറെ സമ്പാദിച്ച് കൊന്നുകൂട്ടി പിന്നെ അവൻ മരിച്ചു പോകുന്നു. ഈ മരണാനന്തരം ഈ പിതാവിന്റെ കബറങ്ങൾ വന്ന് ദുആ ചെയ്യാൻ പോലും ഈ കുട്ടിക്ക് മോഹമില്ലെങ്കിൽ അല്ലെങ്കിൽ അറിയില്ലെങ്കിൽ, ആഴ്ച തോറും ഒരു വെള്ളിയാഴ്ച രാവ് വരുമ്പോ തന്റെ വാപ്പാക്ക് വേണ്ടി ദ്വാരക്കാൻ ഈ കുട്ടിക്ക് കഴിയില്ലെങ്കിൽ, താല്പര്യമില്ല, ആ കുട്ടിയെ പോറ്റി വളർത്തിയിട്ട് എന്താ പ്രയോജനമുള്ളത്? ആ കുഞ്ഞിനെ കൊണ്ട് നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? നമ്മളൊക്കെ ചെയ്യും നമ്മുടെ മാതാക്കൾക്ക്, നമ്മുടെ പിതാക്കൾക്ക്, നമ്മുടെ കുടുംബത്തിലെ നമ്മളെ വേണ്ടപ്പെട്ടവരെ നമ്മളെ ഈ വിധമാക്കിയ ആളുകൾക്ക്, ഉമ്മയാകട്ടെ അതുപോലെ തന്നെ ബാപ്പയാകട്ടെ, നമ്മുടെ കുടുംബത്തിൽ നമ്മളെ സ്നേഹിച്ച ആളുകൾക്കൊക്കെ വേണ്ടി നമുക്കൊന്ന് ദുആ ചെയ്യാൻ കഴിയാന്നുള്ളതിൽ അപ്പുറം എന്താ? അതുകൊണ്ട് തന്നെ ഈ കൊച്ചു ഹൃദയങ്ങൾ ശരിക്ക് ഇത് അവർക്ക് മനസ്സിലാക്കി കൊടുത്താൽ ബോധ്യവും. ഇപ്പൊ ഇത്രയും കുട്ടികൾ വന്ന് നിൽക്കുന്നുണ്ടല്ലോ, ഈ കുട്ടികൾക്ക് അത് ബോധ്യമാകും. കാരണം എന്താ? ഒരു ചെറിയ കുട്ടിയുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ മനഃശാസ്ത്രപരമായി തന്നെ പറഞ്ഞാൽ എന്തും അതിൽ ഉൾക്കൊള്ളാൻ കഴിയും. അത് ശരിക്ക് ഒരു ഭൂമിക പോലെ, ഏതിന്റെയും പറ്റിയ ഭൂമിയാ. കൽബുൽ ഹദഥി കൽ അറാദിൽ ഖാലിയാന്ന, ഒരു ശൂന്യമായ ഭൂമി പോലെയാണ്. ആ ശൂന്യമായ ഭൂമിയുടെ പ്രത്യേകത മാ ഉൽഖിയ ഫീഹാ മിൻ ഷൈഇൻ ഖബിലത്തുഹു. എന്തതിലിട്ടാലും ശരി ഖബിലത്ത്, അത് സ്വീകരിക്കും. ഏത് നമ്മൾ അതിലിട്ടാലും ഭൂമി സ്വീകരിക്കും. ആ ഭൂമിയിൽ എന്തും നമുക്ക് വിളയിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഈ ഭൂമിക പാകപ്പെടുത്തി എടുക്കാനുള്ള ഒരു സ്വഭാവം നമ്മിലുണ്ടായാൽ കുട്ടി നന്നാകും. വലുതായിട്ട് പിന്നെ കുട്ടി ആ രീതിയിലാക്കാൻ കഴിയില്ല. ചെറുപ്പത്തിലെ നമ്മുടെ കുട്ടിക്ക് ഈ തെർബിയത്ത് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ മക്കളെ സമയത്തിനനുസരിച്ച് ഉപദേശിച്ചും തെർബിയത്ത് കൊടുത്ത് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരണം. ഇപ്പൊ SSLC എന്ന് പറഞ്ഞ ടേണിംഗ് പോയിന്റാണ്. ആ ടേണിംഗ് പോയിന്റിൽ വെച്ച് നമ്മുടെ ഈ കുട്ടിക്ക് ആവശ്യമായ കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ ആ കുട്ടിയെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു പടവാണ് ഇത് എന്ന് കുട്ടിക്ക് ശരിക്കും ബോധ്യപ്പെടുത്തി കൊടുത്താൽ. ഇപ്പൊ ഞാൻ അറിയാലോ, എന്റെ മകനെ ഞാൻ നിർബന്ധിച്ചതല്ല വാഫിക്ക് പോകാൻ. കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ ബോധ്യമായപ്പോ ശരി ഞാൻ പോകാന്ന് പറഞ്ഞു. അല്ല പിടിച്ചു കെട്ടി ഇവിടെ കൊണ്ടുവന്ന് ബന്ധിതനാക്കിയതല്ല. ആ രീതിയിലാക്കിയിട്ട് പ്രയോജനമില്ല. ആ കുട്ടികൾക്ക് ഒരു കൗൺസിലിംഗ് ഒക്കെ നമ്മൾ നടത്തി. ഞാൻ ആദ്യം ചെയ്ത പ്രവർത്തനം നിങ്ങൾക്ക് അറിയാലോ. ഞാൻ എന്റെ കുട്ടിയോട് ആദ്യം ചെയ്ത പ്രവർത്തനം ഈ വാഫി കോഴ്സിനെ കുറിച്ചുള്ള ഒരു സവിശേഷതകളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഇനി ഞാൻ പറയുമ്പോ അങ്ങനെ നമ്മളിപ്പോ സ്വാഭാവികമായും കുട്ടി അങ്ങനെ പോകാൻ താല്പര്യപ്പെട്ടാണെന്ന് പറയണ്ട എന്ന് മനസ്സിലാക്കി ഇവിടെയുള്ള പ്രഗത്ഭരായ 2 വാഫിമാരെ, ഒന്ന് അൻസാർ വാഫി തന്നെയായിരുന്നു, അവരെ വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് കുട്ടിയെ കൊണ്ട് സംവദിച്ചു. അങ്ങനെ അവർ വളരെ മനഃശാസ്ത്രപരമായി കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി കൊടുത്തു. സ്വയം പറഞ്ഞു ഞാൻ പോയിക്കോളാം, സ്വയം തയ്യാറായി. ആ രീതിയിൽ ഞാൻ പറഞ്ഞു വരുന്നത് ഈ കോഴ്സിനെ കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അവർക്ക് ബോധ്യം ഉണ്ടാവും. പക്ഷെ നമുക്ക് എന്താ കുഴപ്പം? നമ്മൾ മോഹിക്കണം പെട്ടെന്ന് പണക്കാരാകുവാനും പെട്ടെന്ന് പണമുണ്ടാകാനും. അതാണ് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ കുഴപ്പം. നല്ല ബുദ്ധിയുള്ളവർ തന്നെ ഉയർന്നു പഠിച്ചാൽ ആ ബുദ്ധി കൊണ്ട് തന്നെ അവർ തലതിരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നല്ല ബുദ്ധിയുള്ള കുട്ടിയെ നമ്മൾ ഡോക്ടറോ എഞ്ചിനീയറോ അതിലപ്പുറമോ ഒക്കെ ആക്കുമ്പോഴും തഖ്വ അവനിൽ ജനിപ്പിക്കുന്ന ഒരു പാഠ്യപദ്ധതി പുറകിലില്ലാഞ്ഞാൽ അവൻ തലതിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നല്ല ബുദ്ധിയുള്ള മനുഷ്യന്മാരല്ലേ. ഇപ്പൊ സരിതാ നായർ സോളാർ തട്ടിപ്പ് നടത്തി നല്ല ബുദ്ധി ഉണ്ടല്ലോ, ബുദ്ധിയില്ലല്ലോ. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ നോക്ക്, ഇപ്പൊ മെഡിക്കൽ തട്ടിപ്പ് നടത്തിയ കവിതാ പിള്ള എല്ലാ തട്ടിപ്പ് നടത്തി ഒരുപാട് പൈസ ഉണ്ടാക്കി. അതാണ് അവര് മതം പഠിച്ചില്ല എന്നല്ല എന്റെ കുറ്റം. ഇപ്പൊ മതം പഠിച്ച ആള് 100 എന്താ വലിയ തട്ടിപ്പ് അതിലപ്പുറം നടത്തിയില്ലേ? ഒക്കെ കണക്കല്ലേ? അതെല്ലാം കണക്കാ. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അത് ആള് എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത് നോക്കിയിട്ടാണ്. അപ്പൊ തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു പാഠ്യപദ്ധതി ഈ കുട്ടിക്ക് ശരിക്കും കൊടുക്കണം. എവിടെന്തെങ്കിലും പഠിച്ചാൽ പോരാ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ നേരിട്ട് വിളിച്ചുകൊണ്ട് പറഞ്ഞു, വഖദ് ഔസാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഇബ്നു ഉമർ ദീനക ദീനക എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു. മതത്തിന്റെ പ്രത്യേകതയും അതിന്റെ സവിശേഷതയും ശരിക്കും ബോധ്യപ്പെടുത്തി. ഇന്നമാ ഹുവ ലഹമുക വ ദമുക എന്ന് പറഞ്ഞിട്ട് നിന്റെ മാംസമാണ്, നിന്റെ മജ്ജയാണ് ഈ ശർഈയായ ഇൽമ് എന്ന് ആ കുട്ടിക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ഫൻദുർ അമ്മൻ ഫൻദുർ അമ്മൻ തഖുദ്, നീ ആരിൽ നിന്നാണ് ഇൽമ് പഠിക്കുന്നതെന്ന് ശ്രദ്ധിച്ചോ, എവിടുന്നാണ് ഇൽമ പഠിക്കുന്നത് ശ്രദ്ധിച്ചോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടിയെ മത ഭൗതിക വിദ്യാ സമന്വയ പഠനത്തിന് വിധേയമാക്കുമ്പോഴും കേവല ഭൗതികത മാത്രം ലക്ഷ്യമാക്കി സമന്വയ പഠനം നടത്തുന്നവരെ ആശ്രയിച്ചിട്ട് ഫലമില്ല. അങ്ങനത്തെ ചില ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു, ഹുദിദ്ദീന അനില്ലദീന ഇസ്തഖാമു, ഇസ്തിഖാമത്തുള്ള ചൊവ്വായ വഴിയിൽ നിൽക്കുന്നവരുടെ കയ്യിൽ നിന്ന് നീന്തി പഠിച്ചോ. വലാ തഖുദ് അനില്ലദീന മാലു, വളഞ്ഞ വഴിക്ക് ചിന്തിക്കുന്നവരെ കയ്യിൽ നിന്ന് ഇൽമ പഠിക്കണ്ടെന്നാ. വളഞ്ഞ മുസ്ലിയാരുടെ അടുത്ത് പോയി പഠിച്ചിട്ട് കാര്യമില്ല എന്ന് തന്നെ അർത്ഥം. അതിന്റെ അനുഭവങ്ങളും അതിന്റെ ഒരുപാട് പാഠങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ നേതൃനിരയും അതിന്റെ ഒരു പന്ഥാവുണ്ട് കേരളത്തിൽ. ഇന്ന് വരെ യാതൊരു തരത്തിലുള്ള വിമർശനത്തിനോ അതല്ലെങ്കിൽ ഈ സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന വിധമുള്ള പ്രവർത്തനത്തിനോ മുന്നോട്ട് വരാത്ത ഒരു സംഘടന. ആ സംഘടനയുടെ കീഴിലുള്ള സ്ഥാപനമാണിത്. മർക്കസു തർബിയത്തുൽ ഇസ്ലാമിയ എന്ന് പറയുന്ന സ്ഥാപനം അതിൽ ഏറ്റവും പ്രസിദ്ധമാണ്. ജില്ലാ ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ സ്ഥാപനം. അങ്ങനത്തെ ഒരു സ്ഥാപനത്തിൽ, അതുപോലെ ഇതിന്റെ അനുബന്ധ സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സംഘടനാ ബോധമാണ്. അത് പ്രധാനമാണ്. ഇപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു, ഇവിടെ തന്നെ നമ്മുടെ പെൺകുട്ടികൾ ഇറക്കിയ ആ സുവനീറിൽ ഞാൻ കണ്ടു, ഒരു പെൺകുട്ടി മനോഹരമായി സമത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. കാലഘട്ടത്തിന്റെ ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പെൺകുട്ടി സമത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഒരു പെൺകുട്ടിക്ക്, വീട്ടിനകത്തുള്ള ഒരു പെൺകുട്ടിക്ക് പോലും സംഘടനയെ കുറിച്ച് ഇത്രമാത്രം വലിയ ബോധമുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾ ആ കുഞ്ഞുങ്ങളെ എത്ര മനോഹരമായി തർബിയത്ത് ചെയ്ത് കൊണ്ടുവരും. ആലിം എന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ ആലിമീങ്ങളെ കാണും പോലെ നിങ്ങൾ വേറെ ഏതെങ്കിലും ആലിമീങ്ങളെ കണ്ടിട്ടുണ്ടോ? ആരാണ് ആലിം? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരോട് ചോദിച്ചു, നബിയെ അയ്യു ജുലസാഇനാ ഖൈർ, ആരുടെ കൂടെ ഇരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം? അല്ലാഹുവിന്റെ തിരുദൂതരുടെ മറുപടി എന്താ? മൻ ദക്കറകുമുല്ലാഹ റുയതുഹു, ഒരാളെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പടച്ച റബ്ബിനെ ഓർമ്മ വരിക. വസാദ ഫീ ഇൽമികും മന്ദിഖുഹു, ഒരാൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതിലൂടെ നിങ്ങളെ ഇൽമ വർദ്ധിക്കുക. വദക്കറകും ഫിൽ ആഖിറതി അമലുഹു, അയാളുടെ അമല് പരലോക ബോധം നിങ്ങൾക്ക് ജനിപ്പിക്കുക. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങളെ നിങ്ങളൊന്ന് നോക്കി, ഇത് മൂന്നുമില്ലേ? കണ്ടാൽ തന്നെ പടച്ച റബ്ബിന് ഓർമ്മ വരത്തക്ക രീതിയിൽ സൂഫിസത്തിന്റെ മാർഗം സ്വീകരിച്ചുകൊണ്ട് വളരെയധികം നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന മനുഷ്യർ നമ്മുടെ ആലിമീങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. അവരാരും ജാട കാണിക്കുന്ന ആളുകളായിരുന്നില്ലേ? അപ്പൊ കലമ്പാടി ഉസ്താദാണെങ്കിലും ഇപ്പൊ കോയക്കുട്ടി ഉസ്താദാണെങ്കിലും അതുപോലുള്ള ആളുകളൊക്കെ ജീവിക്കുന്ന ഒരു ജീവിത രീതിയും അതിന്റെ പ്രവർത്തനവും നിങ്ങൾക്കറിയാലോ. നേരെ മറിച്ച് ജാടകൾ കാണുന്ന അവസരവും നമ്മൾ കാണുന്നു. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല, എന്റെ വിഷയം അതല്ല. മറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇൽമ പഠിപ്പിക്കണം. ആ ഇൽമ രണ്ടും ഒരുമിച്ച് തന്നെ പഠിപ്പിക്കാം. അതോടൊപ്പം തന്നെ അത് എവിടുന്ന് പഠിപ്പിക്കണം, എങ്ങനെ പഠിപ്പിക്കണം, ഏത് പന്ഥാവിൽ നീങ്ങണം, ഇത് മൂന്നും നമ്മൾ തീരുമാനിക്കണം. കേവല മതവിദ്യ മാത്രം പോരാ, കേവല ഭൗതിക വിദ്യയും പോരാ. രണ്ടും ഉണ്ടായാൽ തന്നെ എവിടുന്ന് പഠിക്കണം, ഏത് ചാനലിലൂടെ പോകണം എന്നുകൂടി പഠിക്കണം. നല്ല വിദ്യ പഠിച്ച ആളുകൾ തന്നെ അപകടമുണ്ടാക്കുന്നതിന്റെ ഉദാഹരണമാണല്ലോ ഞാൻ 2-3 പറഞ്ഞത്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, സോളാർ തട്ടിപ്പും അതുപോലെ തന്നെ ഈ അഡ്മിഷൻ തട്ടിപ്പും അതുപോലെ തന്നെ ഈ നിക്ഷേപ തട്ടിപ്പും, ഇത് മൂന്നും തമ്മിൽ എന്താ വ്യത്യാസം? നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. 2 പെണ്ണു എന്നാണോ എന്നുള്ള വ്യത്യാസമല്ലുള്ളൂ, വേറൊന്നുമില്ലല്ലോ. എല്ലാം സാമ്പത്തിക മോഹത്തിന്റെ പേരിൽ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങൾ. അപ്പൊ ഇൽമിന്റെ വേഷവും പോലും ഒരു മനുഷ്യനെ ഒരു പക്ഷേ നന്മയിലേക്ക് നയിച്ചു കൊള്ളണം എന്നില്ല. അത് നയിക്കണമെങ്കിൽ ഇൽമ എവിടുന്ന് പഠിക്കണു, എങ്ങനെ പഠിക്കുന്നു? അൽ ഇൽമു റൂഹുൻ തുൻഫഖൂന, ഇൽമെന്ന് പറഞ്ഞാൽ അത് ഊതപ്പെടുന്ന, ഊതി കാച്ചിയെടുക്കുന്ന, മനസ്സിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു ആത്മീയമായ പ്രചോദനമാണ്. ലാ മസായിലുൻ തുൻസഹു, പകർത്തി എഴുതപ്പെടുന്ന കുറെ മസാലകളല്ല, അത് പകർത്തി എഴുതപ്പെടുന്ന കുറെ ചിന്തകളല്ല. സ്വന്തമായി എവിടെന്നെങ്കിലും വായിച്ചെടുത്തുണ്ടാക്കി അതുകൊണ്ട് മാത്രം ഈ മാനസികമായ തർബിയത്ത് കിട്ടൂല. മറിച്ച് നല്ല ഗുരുമുഖത്ത് നിന്ന് തഖ്വയുള്ള മുത്തഖീങ്ങളായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആലിമീങ്ങളുടെ ശ്രേണിയിൽ നിന്ന് അവരിലൂടെ ഇജാസത്ത് വഴി കിട്ടി പഠിച്ചു വന്ന ആലിമീങ്ങളിൽ നിന്ന് പഠിച്ചവർ. ഇനി ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അവസാനമായി ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ CIC-യുടെ ഉന്നത ബിരുദധാരികളാക്കി നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് ഇവിടെ അതിന്റെ സംവിധാനങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ നല്ല ഒരു ക്യാമ്പസ് അതിനുവേണ്ടി സജ്ജമാക്കാനുള്ള ഏർപ്പാടുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി സംഭാവന കൊടുത്ത ഭൂമിയുടെയും മറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. മാത്രമല്ല, ആ ഭൂമി കൊണ്ടും അതുകൊണ്ട് മാത്രം പരിമിതമായ ഒരു സംവിധാനമല്ല ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വിശാല വിസ്തൃതമായ ഒരു ക്യാമ്പസ്, ഒരു യൂണിവേഴ്സിറ്റി തലത്തിൽ ഉയർത്തപ്പെടേണ്ട ഒരു ക്യാമ്പസ് നമുക്ക് സംവിധാനിക്കാൻ ചുരുങ്ങിയതൊരു 10 കോടി രൂപയുടെ വലിയൊരു പ്രോജക്റ്റാണ്. മിനിമം
ആദ്യമായൊരു 10 കോടിയെങ്കിലും 25 കോടിയിലധികം വരുമെന്നാണ് സംഘാടകർ പറയുന്നത്. ആമുഖമായൊരു 10 കോടിയെങ്കിലും വേണം. അത്ര വലിയ ഒരു സംഖ്യ നമ്മുടെ സമൂഹത്തിന് കഴിയുമോ എന്നത് അപ്രസക്തമായ ചോദ്യമാണ്. ഇപ്പൊ ഇതൊക്കെ നമ്മൾ നേടിയെടുത്തില്ലേ, വലിയ ക്യാമ്പസും സംവിധാനങ്ങൾ നോക്ക് എന്നതുപോലെ നമുക്കത് ഇടാൻ കഴിയും. അതിന്റെ പ്രചാരകരും പ്രബോധകരുമായി നിങ്ങൾ മാറണം. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം അവസാനമായി നിങ്ങളോട് പറയാനുള്ളത്, ഈ സംവിധാനം നമുക്ക് ബോധ്യപ്പെട്ട് നമ്മുടെ കുട്ടികളെ നമ്മളിവിടെ പഠിപ്പിക്കാൻ എത്തിച്ച് ഇതിന്റെ പ്രചാരകരും പ്രബോധകരുമായി മാറാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഒരു കാര്യം, ഇത്തരം ഈ പരിപാടികൾ തന്നെ വലിയ ഒരു പ്രചോദനമാണ് ഈ കുട്ടികൾക്ക്. നല്ല കഴിവുള്ള നല്ല ശേഷിയുള്ള കുട്ടികൾ ഇവിടെയുണ്ട്. ഇന്നലത്തെ ഇവിടെ നടന്ന ചില പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ ചില അവതരണങ്ങളും ഒക്കെ വളരെ വലിയ മതിപ്പ് ഈ കുട്ടികളെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലെ ഇവിടെ ഇത് നിരീക്ഷിച്ച ചില ആളുകളോട് സംസാരിച്ചപ്പോൾ അല്പസമയത്തിനകം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മാത്രമല്ല വാഫി ഫെസ്റ്റിലൊക്കെ മുമ്പ് നമ്മൾ കേട്ടതാ ഈ കുട്ടികളുടെ കഴിവും പ്രവർത്തനങ്ങളും ഒക്കെ സംഘടനാ രംഗത്തും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക എന്നൊരു ഉത്തരവാദിത്തത്തിന്റെ ആദ്യ ഭാഗമായി ഈ പരിപാടി ഇവിടെ നടത്താൻ തന്നെ ഏകദേശം ഒരു 3 ലക്ഷത്തോളം രൂപ ഷോർട്ടാണ് എന്നാണ് സംഘാടകർ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെയൊക്കെ പഴയകാല രീതി അനുസരിച്ചുകൊണ്ട് നമ്മുടെ സംഘാടകർ നിങ്ങളിലേക്ക് ബക്കറ്റുമായി ഇറങ്ങി വരും. ആ ഇറങ്ങി വരുമ്പോൾ നമുക്ക് അതല്ലാത്ത വേറെ മാർഗങ്ങളൊന്നുമില്ലല്ലോ. ഒന്നും നമുക്ക് വിതരണം ചെയ്തുകൊണ്ട് ജനങ്ങളെ വഞ്ചിച്ചിട്ട് പണം പിരിക്കുന്ന ഏർപ്പാട് നമുക്കില്ലാത്തത് കൊണ്ട് ആ നേരായ മാർഗത്തെ നിങ്ങളെ സമീപിക്കുമ്പോൾ നല്ല ഒരു തുക അതിലേക്ക് സംഭാവന കൊടുത്തുകൊണ്ട് ഈ പന്തലിൽ വെച്ച് തന്നെ വേണമെങ്കിൽ നമുക്ക് അത് തീർക്കാവുന്ന രീതിയിലുള്ള രക്ഷിതാക്കളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും സമീപിക്കുമ്പോൾ അതിന് വേണ്ട സഹായങ്ങളും സഹകരണങ്ങളും കൊടുത്ത് നമ്മുടെ ഈ സ്ഥാപനത്തിലെ കുട്ടികളെ ഈ ബാധ്യതയിൽ നിന്ന് സ്ഥാപനത്തെയും രക്ഷിക്കാൻ വേണ്ടി ഇനിയും അവർക്ക് ഇതുപോലത്തെ പരിപാടി നടത്താൻ പ്രചോദനം ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ അകമഴിഞ്ഞ് സഹായിക്കണമെന്നൊരു അഭ്യർത്ഥന മാത്രം നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.